ഹലോ ഗൈസ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഒരുക്കിക്കൊണ്ട് പോകുന്ന ഒരു ചടങ്ങാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വായു, എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് കാണാം. എന്നെ ഫിലിം തിയേറ്ററിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷേ എന്നെ കൊണ്ടുപോയിരുന്ന മോംഗ്ലി സ്ട്രീറ്റ് ഫുഡ് എന്തോ റെസ്റ്റോറൻ്റാണ്. പുതുതായിട്ട് ന്യൂ കാസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഒതൻറ്റിക് സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇറ്റ്സ് എ ബംഗ്ലാദേശി റെസ്റ്റോറൻറ്റ്, പക്ഷേ ഇന്ത്യൻ ക്യുസീനൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് റിയലി എ സർപ്രൈസ് ഫോർ മീ. കാരണം ഈ 2 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇത്ര സർപ്രൈസ് ഒന്നും തരാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് സ്റ്റാലിൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയൊക്കെ സർപ്രൈസ് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്നുള്ള അവസ്ഥയിൽ വണ്ടറടിച്ചാണ് ഞാൻ അവിടെ ഇരുന്നത്. ഓൾറെഡി എനിക്ക് നല്ല പനിയായിരുന്നു. പനി മീൻസ് എനിക്ക് ഭയങ്കര അലർജിക്കായിരുന്നു. ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ തുമ്മും, അവിടെ ഇരിക്കുന്നവരുടെ അടുത്ത് സോറി പറയും, തുമ്മും, ഇത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഫേസ് വാസ് ലിറ്ററലി ടയേർഡ്. ബട്ട് ഐ ഫെൽറ്റ് സോ ഹാപ്പി ലൈക്ക് ഹി ടുക്ക് എ സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സർപ്രൈസ് ആസ് വെൽ ആസ് ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് ദ വേ ഹീ ടുക്ക് മീ ആൻഡ് ഗിവൻ മീ ദ ട്രീറ്റ്. ആൻഡ് എന്നോട് പറഞ്ഞ് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തു തന്നു. അപ്പോഴും ഞാൻ ദൈവമേ ഇതെന്താണ്, ഇത് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പൊതുവെ അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു. ഡ്രിങ്ക്സ് ഇറ്റ് വാസ് ഫൈൻ. ഡ്രിങ്ക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും റൈറ്റ് വെൻ വി ഗോ ടു എ നൈസ് റെസ്റ്റോറൻറ്റ് വിത്ത് സച്ച് ആംബിയൻസ് വി വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു പൂരി, പിന്നെ സ്റ്റാലിൻ ഓർഡർ ചെയ്തത് മോംഗ്ലി സ്റ്റിക്കി ചിക്കൻ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇതെന്തോ ഒരു കോക്കനട്ട് കേരള എന്ന് കണ്ടിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. മോംഗ്ലി ചിക്കൻ കറിയോ അതിൻ്റെ അകത്ത് ഒത്തൻറ്റിക് കേരള വിത്ത് കോക്കനട്ട് മിൽക്ക് വിത്ത് ആൽമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പം ഞാൻ കഴിക്കുന്ന മാംഗോ സ്റ്റിക്കി ചിക്കന് ഇറ്റ് ഈസ് ലിറ്ററലി ലൈക്ക് സ്വീറ്റ്. ഭയങ്കര മധുരമാണ്. മിക്ക കറിയും ഒരു മധുരം ടേസ്റ്റ് ഉണ്ട്. പൊതുവേ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ അതായത് നമ്മുടെ ബ്രിട്ടീഷ് പീപ്പിളിന് വേണ്ടിയിട്ട് മെയിൻലി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് അവർ ഡിഷ് ചെയ്തേക്കുന്നത്. കാരണം അവർക്ക് കുറച്ചും കൂടെ സ്വീറ്റാണ് ഇഷ്ടം. അവർക്ക് കുറച്ച് എരിവ് പോലും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഐ തിങ്ക് ദേ ആർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ ഗിവിങ് ദം എന്നെനിക്ക് തോന്നുന്നു. നമുക്കതൊരു വികാരം നമുക്ക് വരില്ല അത് കഴിക്കുമ്പോൾ. നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണമല്ലോ. നമുക്കത് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് ഐ റിയലി ലൈക്ക് ദ ആംബിയൻസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി ഒരു വേർത്താണ് അവിടെ പോകാന്നുള്ളത്. കാരണം നമുക്കൊരു മൈൻഡ് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പം ആക്ച്വലി വി ബോത്ത് ലൈക്ഡ് ഇറ്റ് സോ മച്ച്. പിന്നെ അതിൻ്റെ മേലത്തെ ടോപ്പ് ഫ്ലോറും ഉണ്ട്. അപ്പം ജസ്റ്റ് അവിടെയും പോയി. പക്ഷേ സെയിം തന്നെയാണ് നമുക്ക് കണ്ടോ, ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ കാണാം. പിന്നെ ഓരോ ജാറിൽ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കും. ഭയങ്കര രസമാണ് അത് കാണാൻ. ഭയങ്കര രസമാണ് അവിടെ പോയി നിൽക്കാൻ തന്നെ. നമുക്ക് എന്തോ ഒരു ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ പോയിരിക്കും, ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ലീഡ്സിൽ ഇതിൻ്റെ സെയിം ഷോപ്പുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു വിസ ആവശ്യത്തിന് PSW അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ന്യൂ കാസിൽ. സോ ഇറ്റ് വാസ് ലൈക്ക് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ us ഈവൻ ദോ വി ഹാവ് വെന്റ് ദെയർ ഏർലിയർ. പക്ഷേ വി ബോത്ത് ലൈക്ഡ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തായാലും ഒരു ടോട്ടൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോയി.